നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വല്ലപ്പോഴും വന്നു പോകുന്നത് അഖിലുമോനും സ്നേഹമോളും അല്ലേ? ഇനി സ്നേഹ തന്നെയാണോ പ്രശ്നം? ചേച്ചി, എന്താ മധു ഇത്? നിനക്കെന്താ വീട്ടിലോട്ട് വന്ന? എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അവിടെ നന്ദേട്ടനുണ്ടാവും, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അത് ശരിയാ. എല്ലാ കുരുത്തക്കേടും ഉണ്ടാക്കി വെച്ചിട്ട് നന്ദേട്ടൻ നിന്നെ കാണാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് എന്തിന്റെ കുഴപ്പമാ മധു? എന്തിനാ നീ ഇങ്ങനെ എന്നും വഴക്കാളിയായിട്ട് നടക്കുന്നെ? നീ പൂജയോട് കാണിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെന്നാണോ വിചാരം? അതെല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിന്നോട് അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറാതിരുന്നത് ഒരമ്മയുടെ വയറ്റിന്ന് വന്നതല്ലേന്ന് ഓർത്തിട്ടാ. എല്ലാം കഴിഞ്ഞ് മരണത്തെയും തോൽപ്പിച്ച് തിരിച്ചു വന്നതിന് ശേഷവും നിനക്ക് അവളോടുള്ള ദേഷ്യം ഇനിയും തീർന്നിട്ടില്ലേ മധു? ഞാൻ എന്തു പറഞ്ഞാലും ചേച്ചി ഇപ്പൊ അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ പറ, ഞാൻ കേട്ടോളാം. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നിനക്കല്ലേ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്. വേഗം പറ, കേട്ടിട്ട് എനിക്ക് തിരിച്ചു പോണം. ആദ്യം ചേച്ചി തുറന്ന മനസ്സോടെ എന്നെ ഒന്ന് കേൾക്കണം. എന്താ, നീ പുതിയ നുണക്കഥ വല്ലതും ഉണ്ടാക്കി വന്നിട്ടുണ്ടോ? ഒന്നും അല്ല ചേച്ചി, എന്റെ നിസ്സഹായാവസ്ഥ. ഒരുപക്ഷെ ചേച്ചി അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ നിന്റെ നിസ്സഹായാവസ്ഥ? ഒന്ന് കേക്കട്ടെ. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കേണ്ടി വരുന്നത് തന്നെ. ചേച്ചി പറഞ്ഞാലും ശരിയാ, ഞാൻ പൂജ കുറെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനുള്ള ശിക്ഷ വേണമെങ്കിൽ ഇനിയും ഞാൻ അനുഭവിക്കാൻ തയ്യാറാ. പക്ഷെ ഇത് ഞാൻ ചെയ്തിട്ടില്ല ചേച്ചി, ഉറപ്പ്. നീ ആ ആഭരണം അമ്മയുടെ അലമാരയിൽ നിന്ന് എടുത്തിട്ടില്ല എന്നാണോ? എന്തിന് ഞാൻ എടുക്കണമായിരുന്നു ചേച്ചി? ഇന്നല്ലെങ്കിൽ നാളെ അത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലല്ലേ? അതെന്തിനു ഞാൻ എടുത്ത് മാറ്റിവെക്കുന്നത്? രാത്രി ആരും കാണാതെ അമ്മയുടെ മുറിയിൽ നിന്ന് ഞാൻ എടുത്തെങ്കിൽ ആദ്യം മുറി പരിശോധിച്ച ദിവസം അത് കാണാതിരുന്ന എന്താ? അതിന് പല സാധ്യതകളുണ്ട്. ഞാൻ ഒളിപ്പിച്ചു വെച്ചോന്നായിരിക്കും അല്ലേ? അതിന് സാധ്യതകളുണ്ടല്ലോ. സമ്മതിച്ചു. അപ്പോ സ്നേഹയുടെ വീട്ടില് ഈ ആഭരണങ്ങളുടെ പകർപ്പെടുത്ത് കൊണ്ടുവച്ചതോ അത് ഞാനാണോ? ഈ ദിവസങ്ങളില് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഇനി അതേപോലെയുള്ള മുക്കുവണ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവച്ചു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ പോലീസിൽ അറിയിച്ച അതെവിടെയാണോ ഉണ്ടാക്കി വാങ്ങിയതെന്ന് കണ്ടുപിടിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ശരിയാ. അത്രയും സമ്മതിച്ചല്ലോ. ഞാൻ ഇപ്പോഴും അതിന് തയ്യാറാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തത് പൂജമോളാണെന്നാണോ നീ ആരോപിക്കുന്നത്? ഞാൻ ഒന്നും ആരോപിക്കുന്നില്ല. പക്ഷേ അരുണിമ ചേച്ചിക്ക് തന്നെ പൂജയുടെ സ്വഭാവത്തില് ചില പ്രത്യേകതകൾ തോന്നിയിട്ടില്ലേ? ചിലപ്പോ അവളുടെ മനസ്സ് അവളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത സമയത്ത് അവള് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാമെങ്കിലോ? ഈ ആഭരണങ്ങൾ എടുത്ത് റോൾഡ് ഗോൾഡ് ഉണ്ടാക്കി ആദ്യം അഖിലിനെയും പിന്നെ എന്നെയും കൊടുക്കാൻ നോക്കിയതിന്റെ ഉത്തരവാദിത്വം പൂജയിൽ ആരോപിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അതിന് തയ്യാറുമല്ല. ഞാനും വസന്തേട്ടനും കൂടി നടത്തുന്ന നാടകം ഇതെന്നാ അർജുൻ വിശ്വസിക്കുന്നത്. ഞാൻ അവനെ തിരുത്താനും തയ്യാറല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അരുണിമ ചേച്ചി മനസ്സിലാക്കണം. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, അർജുനെ അഖിലിനെയും തമ്മിൽ തെറ്റിക്കുക. രണ്ട്, എന്നെയും വസന്തേട്ടനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അതേതായാലും എന്റെ ആവശ്യമല്ല. അതെന്തിനായിരിക്കുമെന്ന് അരുണിമ ചേച്ചി സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ആലോചിക്കണം. തിരുത്താൻ പറ്റുന്നത് ഇപ്പോഴേ തിരുത്തിപ്പോയാൽ നല്ലതാ. എന്റെ ജീവിതത്തില് ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായിരിക്കും ഈ ആരോപണങ്ങൾ സഹിക്കേണ്ടി വന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ കുടുംബം തകർന്നു പോരുത്. അതാർക്കാണ് താല്പര്യമെന്ന് അരുണിമ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലൊന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. ഇത് പറയാനാണോ അങ്കിൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ എത്ര പറഞ്ഞാലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. മധു അരുണിമ ചേച്ചിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി എന്ത് സംസാരിക്കാൻ? അവൾക്ക് വിശദീകരിക്കാനുള്ളത് ആരോടെങ്കിലും കണ്ട് പറയണമല്ലോ.
വീണ്ടും പച്ചക്കള്ളങ്ങൾ പറഞ്ഞൊപ്പിക്കാനല്ലേ? ഇത് തന്നെ ഞാൻ അവളോടും പറഞ്ഞു. അവൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. മനുഷ്യരെ ആളുകൾ വിലയിരുത്തുന്നത് അവരുടെ പ്രവൃത്തികൾ വെച്ചിട്ടാ. മധു ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നുണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സത്യം പറഞ്ഞാലും വിശ്വസിക്കണമെന്നില്ലല്ലോ. ജീവിതം കൊണ്ട് അവൾ എന്ത് ചെയ്തോ അതിനുള്ള തിരിച്ചടിയാണ് ഇതൊക്കെ എന്ന് സമാധാനിക്കാം. അങ്ങളെ അതിനെക്കുറിച്ച് ഇപ്പൊ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതെ, കാര്യമില്ല. അക്കാലത്ത് എനിക്ക് അവളെ നിയന്ത്രിക്കാനോ ഗുണദോഷിക്കാനോ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഞാനും ഇപ്പോ അവളോടൊപ്പം അനുഭവിക്കുന്നു എന്ന് മാത്രം. അതിന് അങ്കിളിനെ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. തറവാട്ടിൽ നിന്നും ഈ ദിവസങ്ങളിലൊന്നും പുറത്തു പോകാത്ത മധുമിത ആഭരണങ്ങളുടെ പകർപ്പുണ്ടാക്കി സ്നേഹയുടെ വീട്ടിൽ അവരറിയാതെ കൊണ്ടുചെന്ന് വയ്ക്കണമെങ്കിൽ ഒന്നുകിൽ മാജിക് അറിയണം, അല്ലെങ്കിൽ അവളെ സഹായിക്കാൻ ആള് വേണം. ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ സഹായിക്കാൻ ആളുണ്ടായി എന്നതാണ്. അതവളുടെ ഭർത്താവ് ഞാൻ തന്നെ ആയിരിക്കണമല്ലോ. ആ നിലയ്ക്ക് ആരോപണം എന്റെ നേരെയും വരില്ലേ? ആ, ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. വലിയ നിയമജ്ഞനായ നീ പോലും സ്വന്തം വീട്ടിലെ കാര്യം വന്നപ്പോ സംശയിക്കേണ്ടവരെ സംശയിക്കാതെ വിട്ടു. അപ്പോ മറ്റുള്ളവരെ കാര്യം പറയണോ? അങ്കിള് പൂജയാണ് ഉദ്ദേശം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവൾ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്ന ഡിഫൻസ് വക്കീലിന്റെ സ്റ്റാൻഡ് എടുത്തിട്ടാണ് നീ നിൽക്കുന്നെങ്കിൽ എനിക്കൊന്നും തന്നെ പറയാനില്ല. അതല്ല, കുറച്ചുകൂടി സത്യവും തെളിവുമാണ് നീ അടിസ്ഥാനമാക്കുന്നതെങ്കിൽ ഞാൻ ചിലത് പറയാം. എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ, ഇനി അങ്കിളിന് പറയാനുള്ളതും കൂടെ പറ, ഞാൻ കേൾക്കാം. നിന്റെ ടോൺ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ മേലുണ്ടായ ആരോപണം മറ്റൊരാളുടെ തലയിൽ വച്ചുകെട്ടാനാണ് ഞാൻ നോക്കുന്നതെന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങൾ സംശയിക്കുന്നത് നിന്റെ ഭാര്യ പൂജയായതുകൊണ്ട് എനിക്ക് അതത്ര ഉറപ്പില്ലെങ്കിൽ അത് നിന്നോട് വന്ന് പറയാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഞാൻ കാണിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. പോലീസിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ളവനല്ലേ നീ. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് അന്വേഷിപ്പിക്കേ. അമ്മയുടെ കയ്യിലെ ആഭരണങ്ങളുടെ പകർപ്പുണ്ടാക്കാൻ ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്ക്. ഒരുപക്ഷെ സത്യത്തിലേക്കുള്ള ലീഡ് അവിടെ നിന്നാവാം. ആ അന്വേഷണം ചെന്നെത്തുന്നത് ഒരുപക്ഷെ നിന്റെ ഭാര്യ പൂജയുടെ മുന്നിലായിരിക്കും. അപ്പോ പരിഭ്രമിക്കാതിരിക്കാൻ ഞാൻ മുൻകൂട്ടി സൂചന തന്നു എന്ന് മാത്രം. അങ്കിള് പറയുന്നത് അവള് പഴയ പൂജയല്ല അർജുൻ. പഴയ പൂജയുടെ സ്വഭാവമല്ല അവൾക്ക്. അത് കണ്ടെത്തേണ്ടത് നീയാണ്. ഗുഡ് ലക്ക്. ഇവിടെ ആരും ഇല്ലേ? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ത്രിസന്ധ്യ നേരത്ത് ഒരു വിളക്കിന്റെ തിരി കാണിക്കാതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണോ വേണ്ടത്? ഓ, ഇത്ര ഗതികെട്ട വീടാണോ ഇത്? ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നിങ്ങളെ രണ്ടുപേരെയും കണ്ടില്ലല്ലോ. എനിക്ക് വിളമ്പി തന്നത് പൂജമോളാ. നിങ്ങൾ എവിടെ പോയിരുന്നു? അമ്മേ, എന്നോട് പൊറുക്കണേ അമ്മ, ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാധുരി. അതല്ലമ്മ, എന്നാലും എന്റെ വാക്കുകൾ ഇത്തിരി കൂടിപ്പോയിന്ന് എനിക്ക് അറിയാമ്മ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അമ്മായിയമ്മമാരെ അമ്മയെന്ന് വിശ്വസിച്ച് വിളിക്കണമെങ്കിൽ അവര് മരുമക്കളെ മക്കളെ പോലെ തന്നെ കാണണം. നീ എനിക്ക് മരുമകളെ പോലല്ല, മകള് തന്നെയാ. അതുകൊണ്ട് തന്നെ നീ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായെന്നുള്ളത് നേരാ. പക്ഷേ രാത്രി മുഴുവൻ ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ആലോചിച്ചിരിക്കുകയായിരുന്നു.